ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടു. 100 വർഷം തികഞ്ഞ് ഒരു സ്കൂളിൻ്റെ സ്റ്റോറിയുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്, കള്ളിക്കാട് നിന്നും കുറ്റിച്ചിലോട്ട് പോകുന്ന റോഡിൽ ഏകദേശം കള്ളിക്കാട് നിന്ന് 1/2 കിലോമീറ്റർ മാറി ചെറുവാളക്കോണം സ്കൂൾ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. സെൻറ്റ് അന്നാസ് LP സ്കൂൾ എന്നാണ് ഇപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത്. കള്ളിക്കാട് സെൻറ്റ് ആൻസ് ചർച്ച്, അതിൻ്റെ കീഴിൽ 1926 സ്ഥാപിതമായ സെൻറ്റ് അന്നാസ് LP സ്കൂൾ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ 100 വർഷം തികയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികൾ ഒരു വർഷക്കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ സ്കൂളാണ് ആ കാണുന്നത്. ആ വലിയ ഷീറ്റ് പണ്ട് ഓലമേഞ്ഞതും പിന്നെ ഓടിട്ടതും ഒക്കെ ആയിരുന്നു. ബാക്കി ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അകത്ത് പോയി അന്വേഷിക്കാം. ഇപ്പോൾ നിലവിലെ പുതിയ സ്കൂൾ കെട്ടിടം ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും സ്കൂളിലോട്ട് പോകാം അല്ലേ. പേര് സെൽവരാജ്. ഞാൻ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ്. 2021 ജൂൺ മുതലാണ് ഞാൻ ഈ സ്കൂളിൽ പ്രഥമ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നത്. കള്ളിക്കാട് മേഖലയിലെ ആദ്യത്തെ വിദ്യാലയമാണ് സെയിൻറ്റ് അന്നാസ് LPS. ആദ്യകാലം മുതൽ തന്നെ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് വിദ്യ പകർന്നു നൽകിയ വിദ്യാലയമാണ് സെൻറ്റ് അന്നാസ് LP സ്കൂൾ. ഫാദർ അദൈദാത്തുസ്നാൽ സ്ഥാപിതമായതാണ് നമ്മുടെ ഈ വിദ്യാലയം. 1926 ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത്. ഈ വിദ്യാലയം ഇപ്പോൾ ശതാബ്ദി ആഘോഷ നിറവിലാണ്. ഇപ്പോൾ കള്ളിക്കാട് പഞ്ചായത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു വിദ്യാലയമാണ്. PKG മുതൽ 4ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയമുകളിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി നിരവധി കർമ്മ പദ്ധതിയാണ് സ്കൂൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. അവർക്ക് ശാരീരികവും മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി കായിക പരിശീലനം, യോഗ പരിശീലനം, കുട്ടികളുടെ വിവിധ സർഗശേഷികളെ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ കലാമത്സരങ്ങൾ, പ്രവൃത്തി പരിശീലനമേള, ഇതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പഠന ക്യാമ്പുകൾ, കുട്ടികളുടെ മികച്ച സർഗവാസനകളെ ഉദ്ദീപിക്കുന്നതിന് വേണ്ടി ലൈറ്റ് ഓഫ് ഫീച്ചർ എന്നതിന്റെ ഭാഗമായി ശില്പശാലകൾ സംഘടിപ്പിക്കുകയും വിവിധ വിഷയങ്ങളെ അധികരിച്ച് അവർക്ക് ക്ലാസ് എടുക്കുകയും അങ്ങനെ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കി നിരവധി കർമ്മ പദ്ധതികളാണ് വിദ്യാലയം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം അത്യാവശ്യമാണ്. സ്കൂളിൽ തന്നെ വിപുലമായ രീതിയിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ ഉച്ചഭക്ഷണത്തിന് വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൽ സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരും അതല്ലാത്തതുമായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. എല്ലാവർക്കും എല്ലാ ദിവസവും പാലമൃതം എന്ന പേരിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും തിങ്കളും വ്യാഴവും ഗവൺമെന്റ് നൽകുന്ന പാല് വിദ്യാർത്ഥി നൽകുകയും അത് കഴിഞ്ഞ് മറ്റ് 3 ദിവസങ്ങളിൽ സ്പോൺസർഷിപ്പിലൂടെ ബൂസ്റ്റ് ഇട്ട് പാല് നൽകി കുട്ടികളുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്ന പാലമൃതം പദ്ധതിയും നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഉച്ചഭക്ഷണ ക്രമീകരണമാണ് സ്കൂളിൽ നടന്നു വരുന്നത്. ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ അധ്യാപകരും അതോടൊപ്പം തന്നെ അഭ്യുദയകാംക്ഷികളായ ജനപ്രതിനിധികൾ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ഇന്ന് 2026
മാർച്ച് 31 ഇന്ന് സ്കൂൾ അടയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവർ കൊണ്ടുവന്ന മധുരപലഹാരങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് അവരത് കഴിച്ച് വീട്ടിലേക്കുള്ള പാഴ്സൽ കൊണ്ടുപോയി അങ്ങനെ ഉള്ള ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾ എന്തൊക്കെയാണ് മധുരപലഹാരങ്ങൾ എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇവരുടെ സന്തോഷം എന്തൊക്കെയാണെന്നുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഞാൻ ഫാദർ ബിനു വർഗീസ് സെൻറ്റ് അന്ന സ്കൂളിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സെൻറ്റ് അന്നാസ് LP സ്കൂളിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദേശ മിഷണറിയായിരുന്ന അതേ ധാത്തു സച്ചൻ 1926 നമ്മുടെ ഈ സ്കൂൾ സ്ഥാപിച്ചത്. നമ്മുടെ ഈ പ്രദേശത്തിന് തന്നെ ഒരു വഴിവിളക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് നമ്മുടെ സെൻറ്റ് അന്നാസ് LPS സ്കൂൾ. ഇന്ന് 100ൻ്റെ നിറവിൽ ആയിരിക്കുന്നു. തണൽ തിരിക്കുവാനായിട്ട് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ തണൽമരമാകുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന അധ്യാപകരൊക്കെ ഈ പ്രദേശത്തുള്ളവർക്ക് വഴിവിളക്കായിട്ട് മാറുവാനായിട്ട് അവരൊക്കെ വലിയ തണലായിട്ട് മാറിയ വ്യക്തികൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ 100ൻ്റെ നിറവിലായിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Kallikad, 4th standard. Charisri A.S. Kallikad, 4th standard. Anina A.S. Kallikad, 4th standard. ഇന്ന് സ്കൂൾ അടയ്ക്കുകയാണല്ലേ? ഇനി അടുത്ത സ്കൂളിലോട്ട് പോവുകയാണ്. ഈ 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചപ്പോൾ ടീച്ചർമാരെ കുറിച്ച് എന്താ അഭിപ്രായം? നന്നായിട്ട് പഠിപ്പിച്ച് നല്ല ടീച്ചർമാരായിരുന്നു. നമ്മളടുത്ത് നല്ല സൗഹൃദമായിരുന്നു. എല്ലാം നന്നായിട്ട് മനസ്സിലാവും പഠിപ്പിക്കുന്നത്. ഇനി ഏത് സ്കൂളിലോട്ടാണ് പോകുന്നത്? മൈലക്കട. ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുക, പറയുന്നതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അടുത്ത സ്കൂളിൽ മൈലക്കരയിലാണ് പോകുന്നത്. ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുക, നമ്മളടുത്ത് നല്ല സ്നേഹമുള്ളതാണ്, പറയുന്നതെല്ലാം മനസ്സിലാക്കും. അടുത്ത് പോകുന്ന സ്കൂളിൽ ഫ്രീയാണ്.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രബാബു. സ്ഥലം കള്ളിക്കാട് തന്നെയാണ്. ഏകദേശം 58 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഈ സ്കൂളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ നഴ്സറിയും അംഗനവാടിയും ഒക്കെ ഈ സ്കൂൾ തന്നെയാണ് എന്നുള്ളതാണ്. അന്നുണ്ടായ ആ ഓർമ്മകളുടെ ഒരു നല്ലൊരു ഭാഗം ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ സുഹൃത്ത് ബന്ധം, അധ്യാപകരുമായിട്ടുള്ള ബന്ധമൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ആ സ്കൂൾ ഇന്ന് 100 വർഷത്തിൻ്റെ ആഘോഷത്തിലാണ്. 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ആഹ്ലാദവും അതിനുപരി വല്ലാത്തൊരു അനുഭവവുമാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വാഹനങ്ങളോ സൈക്കിളോ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ ഈ വയൽവാരവും അതോടൊപ്പം തന്നെ റബ്ബർ തോട്ടവും ഒക്കെ വഴിയാണ് സ്കൂളിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഞാൻ. അന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഡ്രസ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ 1 or 2 ഷർട്ടും നിക്കറും മാത്രമുള്ള കാലഘട്ടത്തിൽ ജാതി മത വർഗ വർണ്ണ ഭേദത്തിന് അതീതമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കളിക്കുകയും അധ്യാപകർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്ത് വളർന്ന ഈ സ്കൂള്, ഞാൻ പിന്നീട് ഈ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷേ എങ്കിൽ പോലും അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനേക്കാൾ വരികയായി എനിക്ക് ഈ സ്കൂളുമായിട്ട് ഒരു മാനസികമായി അത്രത്തോളം അടുപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പം ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞാൻ. ഈ സ്കൂളിന് ഇത്തരത്തിൽ ശതാബ്ദി ആഘോഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആവുന്നത്ര ശതാബ്ദി ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഈ സ്കൂളിൽ പഠിച്ച എല്ലാവരും, ഒരു പക്ഷേ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ അറിയാതിരിക്കാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ഈ ശതാബ്ദി ആഘോഷ പരിപാടികളിൽ നിങ്ങൾ പങ്കുകൊണ്ട് കൊള്ളണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 1958 തോന്നുന്നു എന്നെ ഇവിടെ ചേർത്തത്. 63 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ ഏകദേശം 78 കാലഘട്ടത്തിൽ ഞാനിവിടെ സ്കൂളിൽ പഠിക്കാൻ വരുന്നത്. അന്ന് ഈ ഭാഗത്ത് ഒരു മാവ്, നെല്ലി, ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ ഓടിക്കളിച്ച് കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഇടവകയിലെ അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളിയുമായിട്ട് കൂടുതൽ, സ്കൂളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടാനും അന്നത്തെ ആദ്യം മുതലുള്ള അധ്യാപകരുമായിട്ടൊക്കെ ഒരു ബന്ധം പുതുക്കാനും ഒക്കെ സാധിച്ചിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടൊരു നല്ല അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സ്കൂളാണിത്. വിദ്യാഭ്യാസം ആർക്കും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവിടെ പിന്നോക്ക വിഭാഗമായ കുറച്ചാളുകളും അതുപോലെ നാട്ടുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് കള്ളിക്കാട് വന്ന ഒരു സ്കൂളാണ് സെൻ്റ് അന്നാസ് സ്കൂള്. വളരെ അടുക്കും ചിട്ടയോടും കൂടിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇന്ന് ഒത്തിരി ആളുകൾ ഈ സ്കൂളിൽ നിന്ന് വിജയം വരിച്ച് പോയവരുണ്ട്, നല്ല നിലയിലായി ജീവിക്കുന്നവരുണ്ട്. ഇപ്പോഴും കുറച്ചുകൂടി വ്യത്യസ്തത വന്നിട്ടുണ്ട്. അന്നത്തെ കാലം പോലെയല്ല. ഇന്ന് കുറച്ചുകൂടിയൊക്കെ പരിസരമൊക്കെ കുറേ കൂടിയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പുതിയ സ്കൂള് വന്നു. പഴയ സ്കൂള് ഈ സർക്കാരിൻ്റെ ഒരു 50 കൊല്ലം ആയാൽ പിന്നെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം അന്നത്തെ സർക്കാർ കൊണ്ടുവന്നത് കൊണ്ട് പഴയ സ്കൂള് മാറ്റി പുതിയ സ്കൂളിലേക്ക് അങ്ങോട്ട് മാറ്റി. നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുവരാറില്ല. നമ്മൾ മാത്രമല്ല, ആരും കൊണ്ടുവരാറില്ല. അന്ന് ഉച്ചയാകുമ്പോൾ അന്നത്തെ ഉപ്പുമാവും, അന്ന് നമ്മൾ പാലെന്ന് പറയും, തൊട്ടിയിൽ ഇങ്ങനെ കലക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര ടേസ്റ്റാണ് പാൽപ്പൊടി. ഇത് കിട്ടുന്നതിന് വേണ്ടി പാത്രവുമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാത്രമായിട്ട് നമ്മൾ ഓടുക എന്നുള്ളതാണ്. ഇത്തിരി ആരോഗ്യമുള്ള സൈസുള്ള ചില നമ്മളെ പോലുള്ള പയ്യന്മാരാണെങ്കിൽ ആദ്യം
ടീച്ചർ നമ്മളെ അങ്ങ് വിളിച്ച് നമ്മളാണ് വിളമ്പുന്നത്. വിളമ്പി കഴിഞ്ഞാൽ അവസാനം മിച്ചം വരുന്നതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അത്രയ്ക്ക് സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമായിരുന്നു. അതൊക്കെ ഇന്നും ഓർമ്മയിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ ജനനതീയതി, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേരൊക്കെ നിശ്ചയിച്ച സ്കൂളാണിത്. അന്ന് ആശുപത്രിയിൽ അമ്മ പ്രസവിച്ചു. പക്ഷേ സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ കൊണ്ടുവരുമ്പോൾ അച്ഛന് നമ്മളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞുകൂടാ. ഇന്നത്തെ പോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അന്ന് അവിടെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന HM ആ മാസം, ഇപ്പോൾ സാറിനായിട്ട് ജൂണിൽ സ്കൂൾ തുറക്കുകയാണെങ്കിൽ മെയ്യിൽ അഡ്മിഷൻ ആവും. മെയ് എന്ന് പറഞ്ഞാൽ 5-ാം മാസമാണ്. ഈ കൊണ്ടുവരുന്ന അഡ്മിഷൻ കൊണ്ടുവരുന്ന ഡേറ്റും ഇട്ട് 5 മെയ് മാസം എഴുതി ഒരു വർഷവും 5 വയസ്സാകുന്ന ഒരു വർഷം കൂടി കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വയ്ക്കും. ഇപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഇവിടെ നിശ്ചയിച്ച ഡേറ്റ് ഓഫ് ബർത്ത് 20/5/1964. ആ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ തീരുമാനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചാണ് എനിക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. ഞാൻ റിട്ടയർ ആവുകയും ചെയ്തു. ആ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് മാത്രമാണ് ഞാൻ റിട്ടയർ ആയത്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതല്ല. പക്ഷേ ഈ സ്കൂൾ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിച്ചോ അതനുസരിച്ചാണ് ഇന്ന് എൻ്റെ ജീവിതം പോകുന്നത്. മാത്രമാണോ, പേര് പോലും അങ്ങനെയാണ്. ഇവിടെ വരുമ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പക്ഷേ അമ്മയോ ആരെങ്കിലും പേര് പറഞ്ഞേക്ക് ഇന്ന പേരിടാൻ, അവിടെ ചിലവ് മറന്നു. ഇവിടെ വന്ന് ഈ HM മറ്റേ സംസാരിച്ച് ഒരു പേര് അങ്ങിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആ ഒരു രീതി, ഒരു തന്മയത്വം, ഒരു സത്യം നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ്. വലിയവിള രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ചു. അദ്ദേഹം എൻ്റെ അന്ന് ഈ ഒരണ ആണ് ഈ നമ്മളെ സ്റ്റാമ്പിന്. ആ സ്റ്റാമ്പ് വാങ്ങിക്കാൻ എൻ്റെ അന്ന് നിവർത്തിയില്ല. അപ്പോൾ ഇത് എൻ്റെ അടുത്തിരുന്ന എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അന്ന് ഒരെണ്ണയാണ് ആ സ്റ്റാമ്പിൻ്റെ വില. അദ്ദേഹം അത് കൊടുത്ത് എനിക്ക് കൂടി ആ സ്റ്റാമ്പ് വാങ്ങിച്ചു തന്നു. ഇന്നും എൻ്റെ മനസ്സിൽ അത് ഓർമ്മ നിൽക്കുന്നുണ്ട്. ഞാൻ കാണുമ്പോഴപ്പോൾ ഞങ്ങളതൊക്കെ പറയുകയും അതിലൊക്കെ സന്തോഷിക്കുകയും ചെയ്യും. ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ 18-ാം തീയതി ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. എനിക്കുണ്ടായൊരു സംഭവം, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മൾ കിളിയും തട്ടും കളിക്കും. അന്ന് കിളിയും തട്ടും കളി എന്നാണ് പറയുന്നത്. അന്ന് നമ്മൾ സാറിന് ചെരുപ്പ് ഉപയോഗിക്കാറൊന്നും ഇല്ലല്ലോ, വീട്ടിൽ നിന്ന് വരുമ്പോഴേ ചെരുപ്പൊന്നുമില്ല. ഈ കിളിയും തട്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ കൂടെ പഠിച്ച അലക്സാണ്ടർ എന്ന് പറഞ്ഞ പയ്യനുണ്ട്, ഈ തേവങ്കോട് ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ തൊടുക എന്ന് പറഞ്ഞാൽ അടിക്കുക. ഈ അടിച്ച് കളിക്കുന്ന അവസരത്തിൽ പുള്ളിയുടെ ഉടുപ്പിലടിച്ചത് ഉടുപ്പ് കീറി ഇഞ്ഞ് പോകുന്നു. പുള്ളി ഒരു പാവപ്പെട്ട ഒരാളാണ്. അത് പിന്നെ പരാതിയായി. അന്ന് ഇവിടുത്തെ നമ്മളെ കണക്ക് പഠിപ്പിച്ചത് സാർ കുഞ്ചപ്പി സാറെന്ന് പറയും. ആ സാറിന് എൻ്റെ ഫാദറുമായിട്ട് വലിയ ബന്ധമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വന്ന് നിൻ്റെ അച്ഛനോട് പരാതി പറയുമെന്ന് പറയുകയും വൈകുന്നേരം വന്ന് പരാതി പറയുകയും അച്ഛൻ അടുത്ത ദിവസം ഒരു ഉടുപ്പ് വാങ്ങി എനിക്ക് തന്ന് ഇങ്ങനെ കുഞ്ഞമ്പി സാറിനെ ഏൽപ്പിച്ച് ആ പയ്യന് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. അതൊന്നും മറന്നു പോകാത്ത ഓർമ്മകളായിട്ട് ഇന്ന് ഞാൻ അലക്സാണ്ടറെ കാണാറുണ്ട്. അലക്സാണ്ടർ അത് കഴിഞ്ഞ് പട്ടാളത്തിൽ പോയി ഇപ്പോഴും വളരെ സുഹൃത്ത് ബന്ധം വെച്ച് പുലർത്തുകയാണ്. കൂടുതൽ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പ സാർ എന്ന് പറഞ്ഞ സാറാണ്. കണക്ക് പഠിപ്പിക്കാൻ വരുമ്പോഴും നമുക്കിപ്പോൾ ഭയങ്കര പേടിയുള്ള സാറാണ്. പിന്നെ മറ്റുള്ള സാറൊന്നും, മൈക്കിൾ സാറ്, അതൊക്കെ അവരൊന്നും വലിയ കുഴപ്പമില്ല, നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന അധ്യാപകരായിരുന്നു. എങ്കിലും നമുക്ക് അധ്യാപകർ ഭയങ്കര ബഹുമാനമൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പോലെയല്ല. അന്ന് സാറന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിയും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പേര് കല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കള്ളിക്കാട് വാർഡ് മെമ്പറായിരുന്നു. ഞാൻ 1974 ആദ്യമായി ഇവിടെ സ്കൂളിൽ എന്നെ കൊണ്ട് ചേർത്തത്. എൻ്റെ കൂടെ 6 പേരുണ്ട്, എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും. അവർ സ്കൂളിൽ വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ. എനിക്കൊന്ന് സ്കൂളിൽ വരണമെന്നുള്ള വാശി നിർബന്ധമായി. അങ്ങനെ 4 വയസ്സിൽ 5 വയസ്സ് വെച്ച് സ്കൂളിൽ ചേർത്ത്. കാരണം അന്ന് അങ്ങനെ ആയിരുന്നല്ലോ. ഒരു വല്ലാത്തൊരു അനുഭവമാണത്. പിന്നെ അധ്യാപകർ, എല്ലാ അധ്യാപകരും, കരുണാകര സാർ, ഇപ്പോൾ മൈക്കിൾ സാർ ഈ അടുത്ത സമയത്താണ് മരിച്ചത്. മൈക്കിൾ സാറ്, കരുണാകര സാറ്, അതുപോലെ നിർമ്മല ടീച്ചർ, ഇങ്ങനെ ഒത്തിരി, സണ്ണി സാറ്, ഇങ്ങനെ ഒത്തിരി സാറന്മാർ അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അതെല്ലാം നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഉപ്പുമാവായിരുന്നു അന്ന്. ഉപ്പുമാവ് തരുമ്പോൾ ഞങ്ങളിതിൻ്റെ ബാക്കിൽ, സ്കൂളിൻ്റെ ബാക്കിൽ ഒരു ചെടിയുണ്ട്, അതിൽ ഒരു PP ഇലയെന്നാണ് പറയുന്നത്. അതെടുത്ത് അതിൽ ഉപ്പുമാവ് കോരി അതിൽ കഴിക്കുക. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ. ഇന്നും മറക്കാതെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു വലിയ രസമാണ്. പിന്നെ മഴ സമയത്ത് ഞങ്ങൾ ഓടി വരുമ്പോൾ അന്നൊന്നും കുടയില്ല. ഞങ്ങൾ ചേമ്പലയൊക്കെ മുറിച്ച് അതിങ്ങനെ തലയിൽ വെച്ച് മഴ നനഞ്ഞുകൊണ്ടിങ്ങനെ സ്കൂളിൽ പോകുന്ന അതൊരനുഭവം. അതൊക്കെ ഇന്ന് കിട്ടാത്ത വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത്. എന്തായാലും ഈ സ്കൂളിൽ ഇപ്പോഴേ 100 വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ഭാഗമാകാൻ വേണ്ടി ഞാനും തയ്യാറായിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
1926 ജർമ്മൻ മിഷണറി ഫാദർ അദയോദാത്തൂസ് സ്ഥാപിച്ച സെൻറ്റ് അന്നാസ് LP സ്കൂളിൻ്റെ ചരിത്രവും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടു കാണും. സ്കൂളിൻ്റെ 100ാം വാർഷികവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും വരുന്ന ഏപ്രിൽ 18-ാം തീയതി 2026 ഏപ്രിൽ 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഇവിടെ നടക്കുകയാണ്. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ സെൽവരാജൻ D അദ്ദേഹമാണ് ഈ പരിപാടി അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഒരു 100ാം വാർഷിക പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.